പ്രഭ, എന്റെ മീരമോളെ കൊന്നത് ആ ദേവികയാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ലല്ലോ. അല്ലെങ്കിലും എന്റെ ഒപ്പം നിൽക്കാൻ ആരുമില്ലാന്ന് എനിക്കറിയാം. തനിക്ക് ആരുമില്ലാന്ന് ചിന്തിക്കുന്ന എന്തിനാ? പിന്നെ ദേവികയാണ് മീരയെ കൊലപ്പെടുത്തിയതിന് തെളിവൊന്നുമില്ലല്ലോ. അമ്മേ, ഞാനാ മീരെ കൊന്നത്. എന്റെ കൈകൊണ്ട് മീര മരണപ്പെട്ടെന്ന് ഞാൻ പറയാം. വേണ്ട, ആരും ഒന്നും പറയണ്ട. എന്റെ ജീവിതം തീർന്നു. ഞാൻ ഒറ്റപ്പെട്ടു. എനിക്കിനി ആരുമില്ല. അമ്മേ, അങ്ങനെ പറയാതെ. ഞങ്ങൾ എല്ലാരും അമ്മയുടെ കൂടെ തന്നെയുണ്ട്. അമ്മ വിഷമിക്കാതെ. എന്താ സംഭവിച്ചത് അത് പറ. എനിക്കിനി വേറൊന്നും സംഭവിക്കാനില്ല. നിങ്ങൾ ആഗ്രഹിച്ചത് പോലീസ് നടപ്പാക്കുന്നു. ഞാൻ ജയിലിലേക്ക് പോവാ. അമ്മ എങ്ങനെ ജയിലിൽ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അമ്മയുടെ മേൽ കുറ്റം ചേർത്താൻ ആർക്കും സാധിക്കില്ല. അമ്മ വിഷമിക്കാതെ. അവരെന്തൊക്കെ ചോദിച്ചു പ്രഭ? അവര് വിധി നേരത്തെ തീരുമാനിച്ചിട്ട ഓരോ ചോദ്യങ്ങൾ ചോദിച്ചത്. എന്നെ റിമാൻഡ് ചെയ്യുന്നത് വരെ കാര്യങ്ങളെത്തി. പക്ഷേ എന്തോ തീരുമാനിച്ചിട്ടാകണം അവരിന്നത്തേക്ക് എന്നെ വിട്ടയച്ചു. ഇനി ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്ന് പറഞ്ഞു. അന്ന് അറസ്റ്റ് ഉണ്ടാവും. എന്താ തന്നെ ആർക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. താൻ വിഷമിക്കാതെ. ലോകത്ത് മറ്റാരെ കൊന്നു എന്ന് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ എന്റെ മീരയെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജയിലിലായ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല.